വാട്ട്സ് അപ്പ് ഇപ്പോൾ മിനിറ്റ്സ് ഇൻ മധുരയുടെ മറ്റൊരു എപ്പിസോഡിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. Right now I am standing in front of Madurai Meenakshi Amman Kovil and ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മധുരൈ മീനാക്ഷി അമ്മൻ കോവിലോട്ടേക്ക് ഞാൻ വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് കണ്ടത്, ഞാൻ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മുടെ മൊത്തത്തിലുള്ള ഈ ഒരു ട്രാവലിനെ ചെന്ന് നശിപ്പിക്കാൻ പാകത്തിനുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ വി ഷുഡ് മൂവ് ഓൺ അല്ലേ, വേറെ എന്നാ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാ. ബൈ. നമുക്ക് ദർശനവും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ എനിക്ക് തോന്നണോ അവിടെ നിന്ന് ഉള്ളിലോട്ടേക്കാണെന്ന്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം. എല്ലാ ക്ഷേത്ര പരിസരങ്ങളിലുള്ള പോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പൂമാലയായിട്ടും ഓരോരോ രൂപങ്ങളായിട്ടും പിന്നെ ബാക്കി അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് രസമാണ് കാര്യങ്ങളൊക്കെ. എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയ ഒരു അതർ മിസ്റ്റേക്കാണ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ട്. ഈ ഒരു മൊമെൻറ്റിൽ എനിക്കെന്തോ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ എൻ്റെ വീഡിയോ മേക്കിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് വീഡിയോ ക്രിയേറ്റേഴ്സിനൊക്കെ ഇൻസ്പയർ ആയിട്ടാണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇത് തന്നെയാണ് ദർശനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബ്രോ, ഇത് ജിഗർദണ്ഡ കിട്ടുന്നൊരു ഷോപ്പാണ്. ഈ ജിഗർദണ്ഡ എന്താണ് എന്ന് നമ്മുടെ കമ്മിങ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ജിഗർദണ്ഡയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് 2 വീഡിയോ മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രം ദാറ്റ് അതിലോട്ടേക്ക് നമുക്ക് പിന്നെ വരാം. ഇതാണ് മെയിൻ എൻട്രൻസ്. ക്ഷേത്ര ദർശനത്തിന് വേണമെങ്കിൽ ഈ ഒരു രീതി ഇങ്ങോട്ടേക്കായിരിക്കും വരണേ, വിഷയമല്ലേ. അപ്പോൾ ഞാനെന്തായാലും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഞാൻ ദർശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ദർശനം ഫ്രീ ആണ്, വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഷൂകളോ സോക്സോ ഒന്നും അലൗഡഡ് അല്ല. ക്ലോക്ക് റൂം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ക്ലോക്ക് റൂമിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പോയി ദർശനം നടത്താം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഫറൻസ് എടുത്ത വീഡിയോസിനെല്ലാം നല്ല തിരക്കാണ്. ക്ഷേത്രത്തിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബിസിയാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. എനിക്ക് എന്തായാലും ഇവിടെ വന്നപ്പം ഒന്ന് ഉള്ളിക്കയറണം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇന്നെന്തായാലും ഞാൻ അതിന് പറ്റിയൊരു സിറ്റുവേഷനിലല്ല. ഞാൻ നോക്കട്ടെ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടല്ലോ, ഇന്നുണ്ട് നാളെ ഉണ്ട്. നാളെ ഞാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ദർശനവും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റുമോ നോക്കാം. ഇതായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ്. ഇതറിയണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് സ്ക്രീനിൽ നിന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കാം. ടൈമിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ക്ലോക്ക് റൂമാണ് ഇത് ഈ ഫ്രണ്ടിൽ വരണേ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോയെന്ന് പറയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിപ്പോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോ മേക്കിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒബ്വിയസ്ലി നമ്മൾ പല ആൾക്കാരിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കാർത്തിക് സൂര്യയൊക്കെ വൺ ഓഫ് മൈ മെയിൻ ഇൻസ്പിറേഷനാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഹൈ വൈബ്, ഹൈ ആക്റ്റീവ് വീഡിയോ സ്റ്റൈലൊക്കെ ഞാൻ കോപ്പി ചെയ്യാൻ വേണ്ടി ശരിക്കും ശ്രമിച്ചായിരുന്നു. എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ ഏർലി പീരീഡ് ഓഫ് വീഡിയോ മേക്കിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. ഇറ്റ്സ് റിയലി ക്രേസി തിങ്സ് നടന്നിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. ആൻഡ് അറ്റ് ദ പർട്ടിക്കുലർ പീരീഡ് ഓഫ് മൂമെൻറ്റ് എനിക്ക് മനസ്സിലായി ദിസ് ഈസ് നോട്ട് മൈ സ്റ്റൈൽ ആൻഡ് ദിസ് ഈസ് നോട്ട് വിച്ച് ഐ വാണ്ട് ടു പ്രസൻറ്റ് മൈ സെൽഫ് എന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു സിറ്റുവേഷൻ വന്നു. അതായത് എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും മേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ മേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റൈലാണ്. പക്ഷേ എനിക്ക് ഇതേപോലെ കുറച്ച് കാമും കുറച്ച് ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് സൈലൻ്റായിട്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ തന്നെയാണ്
എന്ന ആഗ്രഹം. ദാറ്റ്സ് മൈ ക്യാരക്ടർ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും എൻ്റെ കാര്യങ്ങളിലൊക്കെ ഡിലേ വന്ന് കുറച്ച് ഫാക്ടേഴ്സാണ്. പക്ഷേ ഞാനിതിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അതെങ്ങനെയാണ് എന്താണത്. നമ്മളത് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈല് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇൻസ്പിറേഷൻ എടുക്കണതിൽ തെറ്റില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു കരിയറിൽ ബേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ പല ആൾക്കാരുടെ ശൈലി അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പക്ഷേ പോകെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈല് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു സ്റ്റൈല് ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗോ ദ ഫ്ലോ ആൻഡ് ക്രിയേറ്റ് മോർ വീഡിയോസ്. പിന്നെ ഇപ്പോൾ വേറൊരു സംഭവം നടന്നു. നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. പക്ഷേ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഗോപ്രോയ്ക്ക് ചെറിയ തുമ്മലും ചീറ്റിലും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം സാധനം വർക്കാവുന്നില്ല. അടിച്ചു പോയോ ഇല്ലയോ എന്ന് തമ്പുരാനറിയാം. നല്ലൊരു ക്യാമറയാണ്, വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ ചെയ്യാൻ പറ്റും, പോയാൽ പോയി അല്ലേ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഫോണിലാണ് ഷൂട്ട് ചെയ്യണേ. ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ഓൾമോസ്റ്റ് 73% ഇറങ്ങി. എന്നാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക് എന്താ അവസ്ഥ. കുറച്ച് കഴിഞ്ഞിട്ട് ക്യാമറ ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം വർക്കാവോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. ഫൂട്ടേജസിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. എടുത്തു നോക്കിയപ്പോഴത്തേനും ഫൂട്ടേജസ് കിടക്കുന്നുണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ വീഡിയോ എടുത്തുകൊണ്ട് വന്നതൊക്കെ പോകും. തൽക്കാലം നമുക്ക് നമ്മുടെ ഫോണിൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാം. ഞാനിപ്പം വന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് എൻട്രൻസിലാണ്. അതായത് നേരത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. ഞാൻ കറങ്ങി റൗണ്ട് അടിച്ച് ഇപ്പുറത്തേക്ക് വന്നേക്കാണ്. ഇവിടെ എന്ന് പറയാൻ ഇത് സൗത്ത് ടവറാണ്. അപ്പം സൗത്ത് ടവറിൻ്റെ നേരെ ഫ്രണ്ടിൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഇടവഴിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളിലോട്ടേക്ക് നോക്കുമ്പോഴത്തേനും ഫുൾ മെയിൻ്റനൻസ് ആട്ടോ. ഉള്ളിലോട്ടേക്ക് പോകുമ്പോഴും മെയിൻ്റനൻസ് ആണ്. ഗാർഡിന് ഒരു ഓഫീസറുണ്ട്, ദാറ്റ്സ് ഓൾ. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് ഒരു ചിക്കറതണ്ട സ്റ്റോളും ഉണ്ട്. വീണ്ടും പറയുന്നു, ചിക്കറതണ്ട എന്താണെന്ന് അറിയണമെങ്കിൽ സ്റ്റേ വിത്ത് അസ്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിരുന്നോ, വീഡിയോസ് പുറകെ വരും. പിന്നെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അടുത്ത ടവറിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. ഈ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം നമുക്ക് ഈ ഒരു കറക്റ്റ് ഈ ടവറിൻ്റെ ഒന്ന് ഒരു ആർട്ടിസ്റ്റിക് ഫോം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇടയ്ക്കൊന്ന് വരണം, ഒന്ന് ക്ഷേത്രത്തിൽ കയറി തൊഴാനായിട്ട്. അപ്പം നമുക്കിതൊക്കെ മാറി പണിയെല്ലാം തീർന്നിട്ടായിരിക്കും ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്നാണ് പറഞ്ഞാൽ, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു കേട്ടോ. 4 ടവറുണ്ട്, 4 ഗോപുരങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഒരു അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ്, കൺസ്ട്രക്ഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. ഹോപ്പ്ഫുള്ളി നമുക്ക് വേറെ ഒരു ദിവസം വന്ന് എന്താ പറയുക, ദർശനം കാര്യങ്ങളൊക്കെ നടത്തി മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ മധുരൈ വീഡിയോയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ചെറിയൊരു പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണം. ഞാൻ ഇതിന് മുന്നേ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യണം. വെയിലിൻ്റെ ആയിരിക്കാം. പിന്നെ ഈ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം, നമുക്ക് നമ്മുടെ GoPro ഒരു ഫൈനൽ ടൈം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, വല്ല നിവൃത്തിയുണ്ടോ എന്ന് നമുക്കറിയാലോ. കണ്ടോ, ഓണാവുന്നുണ്ട്, എന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥയാണ്. കണ്ടോ, ഇതാണ് അവസ്ഥ. നേരത്തെ ഫ്രണ്ട് സ്ക്രീനിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഫ്രണ്ട് സ്ക്രീനും വിഷയം.
ഗോപ്രോ പഠിച്ചു പോയിന്നാ തോന്നുന്നത്. അല്ല, ഞാൻ ആലോചിക്കുകയാണേ, ലാപ്ടോപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാണ്ട് ലാപ്പ് വേറെ എടുത്ത് ലാപ്ടോപ്പ് ഒക്കെ ആയി. അപ്പോഴത്തേനും ഒരു കുഴപ്പമില്ലാത്ത ഈ ഒരു ക്യാമറ അത് പോയി. സിറ്റുവേഷൻസേ ഫോണൊന്നും പറ്റാണ്ടിരുന്നല്ലേ. ഫോൺ എന്തെങ്കിലും പറ്റിക്കഴിക്കാല്ലെങ്കിൽ ശരിക്കും പെടാം മോളെ. എന്തായാലും നോക്കാം. ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിലെടുക്കാം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ കുറച്ച് സ്റ്റെബിലൈസേഷനിലൊക്കെ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ആക്കണം. ലെറ്റ് മീ ഗോ ടു മൈ ഹോം ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇപ്പോൾ ഒരു ആക്ഷൻ ക്യാമറ എടുക്കാനുള്ള ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ബഡ്ജറ്റ് ആക്കണം ആക്ച്വലി. ഇനി അതായിരുന്നു എൻ്റെ അടുത്ത ടാസ്ക്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പുഷ് ചെയ്യാന്നുള്ളത്. എന്താ ഇപ്പോൾ പറയുക. ശരി എന്നാൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് മധുരൈ മീനാക്ഷി കോവിലിലേക്ക് നടന്ന് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഞാനും കണ്ടു. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. ഒരു ടോട്ടലി ഒരു റാൻഡം സ്ട്രേഞ്ചറായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്താൽ. ഞാൻ പ്രത്യേകിച്ച് വേറെ ഡാറ്റാസും കാര്യങ്ങളൊന്നും എടുക്കൊന്നും നോക്കിയോ പഠിച്ചോ ഒന്നും ചെയ്തില്ല. നമുക്ക് ഇനിയും വരാം, നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്ത് ഇതിൽ നമ്മുടെ ബ്രാൻഡ് കുറച്ചൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. വേറെ ഒന്നുമില്ല. നാളെ ഇതേപോലെ ഇതേ സമയം 7 മണിക്ക് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഈ ജിഗർദണ്ഡ വീഡിയോ നിങ്ങൾ മിസ് ചെയ്ത് കേട്ടോ. എനിക്കത് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് അത് ഹൈപ്പ് കയറ്റി അങ്ങനെ ആയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 9:15 ഐ ഗോണ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊരു വരുന്ന വഴിക്കൊരു സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ട്. പോയി ഒരു നേരോസ്റ്റ് ട്രൈ പണി നോക്കാം. അതൊന്നുമില്ല. സ്റ്റേ വിത്ത് us, ഷെയർ യുവർ ഒപ്പീനിയൻ, കമൻറ്റ് ഓൺ യുവർ തോട്ട്സ്. ബൈ.